വിശദമായ വാർത്തകളിലേക്ക്. CPM-ൽ പൊട്ടിത്തെറി കാത്തിരിക്കുന്ന VD സതീശൻ കോൺഗ്രസിൽ നടക്കുന്ന ബോംബ് വർഷത്തെക്കുറിച്ച് ബോധവാനല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ൽ ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവുകയില്ലെന്നും കോൺഗ്രസാണ് സമീപഭാവിയിൽ പൊട്ടിത്തെറിച്ച് ഇല്ലാതാവുകയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM-ൽ ഉടൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് തങ്കമണിയിൽ പ്രതികരിച്ചത്. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലും ഒക്കെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ. ഇവരെല്ലാം ശക്തിയായിട്ട് 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെക്കുന്നതാണ്, രാജിവെപ്പിക്കുന്നതാണ്. പക്ഷേ രാജിവെപ്പിക്കാനും കിട്ടാത്തില്ല. കാരണം രാഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഈ രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളെയും പൊട്ടിത്തെറി CPM-ലല്ല, അത് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമീപ ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമാകും. ഉമാ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസ് നേതാക്കളായ ഷാബി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അറിവും സമ്മതത്തോടും കൂടിയാണ്. വേറെ ആരുമല്ല, ഷാബി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടി അനുയായികളാണ്. അവരെല്ലാം കൂടി പണ്ടെങ്ങോ നടന്ന ഒരു കാര്യത്തിന്റെ പേരിൽ മുകേഷ് MLA ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യമില്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അപ്പോൾ ആലോചിക്കും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥിതി ഇതല്ല. ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങളുടെ കൂമ്പാരമാണ് ഉണ്ടാകുന്നത്. താൻ തെറ്റുകാരനാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ഒരു പടി മുൻപേ സസ്പെൻഡ് ചെയ്തത് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. മുകേഷ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ആരോപണമാണ് പുറത്തു വന്നത്. കേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് കേസ് വന്നത്. ആ കേസിന്റെ വിധി എന്താണോ അതിനടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത്. ഇതല്ല, ഇത് ഓരോരുത്തരും വന്ന് പറയാനും ഓരോ സ്ത്രീകളും വന്ന് പറയാനും. അത് ആരോപണമല്ല, തെളിവാണ്. ആ തെളിവിന്റെ മേലെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. ബിജു വൈസൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.